കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യം പകർത്തി അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തെളിവ് സഹിതം പോലീസിനെ കാണിച്ചിട്ടും പോക്സോ നിയമപ്രകാരം കേസെടുത്തില്ല. പോക്സോ ചുമത്താത്ത പോലീസ് നടപടിക്കെതിരെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. പ്രൂഫോടെ ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ അവൻ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് പോസ്കോ ഫയൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിലോട്ട് ഇത് മൂവ് ചെയ്യണമെന്ന്. വിവരമായി മുന്നോട്ട് പോവുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ. ആണ് അവൻ ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ട് പോസ്കോ അവർ ഫയൽ ചെയ്യുന്നില്ല? എല്ലാ എവിഡൻസും ഞാൻ കാണിച്ചിരുന്നു. ഞാൻ അവനായിട്ട് എടുത്തു വെച്ചതാണ് ഇതെല്ലാം. അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അത് ചെയ്യും. അവൻ ആദ്യമേ പ്രൂഫ് കാണിക്കുമ്പോൾ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവൻ പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മളെ അടിക്കും, മീൻസ് നമ്മളെ ദേഹോപദ്രവം ചെയ്യും. നമ്മളെന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. പോസ്കോ ഫയൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിലോട്ട് മൂവ് ചെയ്യാനായിട്ടൊക്കെ എല്ലാം ചുമതലപ്പെട്ടിട്ടുണ്ട്. എ വി ജയശങ്കർ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. എ വി ജയശങ്കർ, ഇത് വെറും ഒരു ആരോപണമല്ല, ശബ്ദിക്കുന്ന തെളിവുകളാണ് ആ യുവതിയുടെ പക്കലുള്ളത്. ഈ പ്രതി തന്നെ ഇത്തരത്തിൽ വൈകൃതം കാട്ടിയെന്ന് സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണമുണ്ട്. അത് നമ്മൾ റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടതാണ്. മാത്രമല്ല, ഈ വൈകൃതം കാണിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യവും ആ യുവതിയുടെ കയ്യിലുണ്ട്, പോലീസിനും കൈമാറി. എന്നിട്ടും പോക്സോ ചുമത്താൻ എന്താണ് പോലീസിന് മടി എന്ന് ചോദിക്കുകയാണ്. എന്തായാലും യുവതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ ഗുരുതരമായ പരാതി അല്ലെങ്കിൽ ആക്ഷേപമാണ് പോലീസിനെതിരെ ഈ പരാതിക്കാരിയെ യുവതി ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ നൽകിയിട്ടു. അതായത് ഈ പെൺകുട്ടിയോട്, തൻ്റെ മകളോട് ഇത്തരത്തിൽ ലൈംഗിക വൈകൃതം കാണിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിനെ കാണിച്ചു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകി. പക്ഷേ എന്നിട്ടും പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്താത്തതിലാണ് പരാതിക്കാരി എന്തായാലും വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഈ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇടപെടലിലൂടെ നീതി ലഭിക്കുമെന്നാണ് ഈ പരാതിക്കാരി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവിനെതിരെ, ഈ പ്രതിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ പരാതിക്കാരി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പങ്കാളിമാരെ പങ്കുവെക്കുന്ന സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഘത്തിനൊപ്പം പോകാൻ ഇയാൾ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കേസെടുത്ത് 2 ദിവസം പൂർത്തിയാകുമ്പോഴും ഈ പ്രതി നിലവിൽ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നതെന്നാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പറയുന്നത്. പക്ഷേ പ്രതി ഒളിവിൽ തന്നെ തുടരുന്നു. ഈ പോലീസ് ഇനി ഈ യുവതിയെ പരസ്യമായി ഇത്തരത്തിൽ രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ പോലീസ് ഈ പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.